വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ കസ്റ്റഡിയിലെടുത്ത കിളിമാനൂർ പോലീസ്. പിതൃ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിലെടുത്തത്. നിർണായകമായൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. കിളിമാനൂർ പോലീസാണ് പ്രതി അഫാനെ ഒരിക്കൽ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നിലവിൽ അഫാന്റെ വാപ്പയുടെ സഹോദരനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. 3 ദിവസത്തേക്കാണ് ഈ ഒരു കസ്റ്റഡി കാലാവധിയുള്ളത്. ഇതിനിടയിൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും മറ്റ് നിർണായകമായ നടപടികളും പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യത കൂടിയാണുള്ളത്. അത് കണക്കിലെടുത്താണ് ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കിളിമാനൂർ പോലീസാണ് പ്രതി അഫാനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേർന്നുണ്ട്. വിനീഷ, എന്താണ് മറ്റ് നടപടികൾ? ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി രണ്ടാമതാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആദ്യം വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആദ്യഘട്ടത്തിലുള്ള കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും കസ്റ്റഡിയിലുള്ള വിനീഷിലേക്ക് വരാം. നിർണായകമായൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൻ്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ രണ്ടാമത്തൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കിളിമാനൂർ പോലീസാണ് പ്രതി അഫാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വാപ്പയുടെ സഹോദരനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. വിനീഷ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. വിനീഷ, തുടരാം. ഇപ്പോൾ കിളിമാനൂർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അഫാന്റെ പിതാവിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും സാജിദ ബീഗത്തെയും കൊലപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡിയിൽ ഇന്ന് വാങ്ങിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചതും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അഫാനെ ജയിലിൽ നിന്ന് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷം കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെയോ അതിന്റെ അടുത്ത ദിവസമോ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിനായി അഫാനെ കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കേസിൽ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരുന്നു. ആ തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അഫാനെ നിലവിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നതും കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഫാന്റെ പിതാവിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും സാജിദ ബീഗത്തെയും കൊലപ്പെടുത്തിയ കേസിലാണ് തെളിവെടുപ്പിനായി ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത്. കിളിമാനൂർ പോലീസാണ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ശരി, വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.